Good afternoon. Good afternoon. Yes. The chapter 8 safety and security in the hospital ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ പറഞ്ഞു സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ് വരെയല്ലേ പറഞ്ഞത്. സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് കംപ്ലീറ്റ് പറഞ്ഞല്ലേ? യെസ്. ഇനി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഹോസ്പിറ്റൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ how the hospital suffers loss. That's one. How the hospital suffers loss. Hospital എങ്ങനെയാണ് ലോസ് ഉണ്ടാവുന്നത്, നഷ്ടം ഉണ്ടാവുന്നത് എങ്ങനെയാണ് നോക്കാം. First one, appeasement pilferage, kickbacks and collusion, equipment theft, personal property theft, payroll fraud and theft, cash theft, fraud in registers, record and billing computer fraud. This one എന്താണ്? Embezzlement pilferage എന്ന് പറഞ്ഞാൽ embezzlement എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് കേട്ടോ. തട്ടിപ്പ് അല്ലെങ്കിൽ മോഷണം. എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്നും മോഷണത്തിൽ നിന്നും എന്താണ് ഹോസ്പിറ്റലിന് ലോസസ് സംഭവിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സഫർ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണ് അല്ലെ. മെറ്റീരിയൽസുകളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒക്കെ എന്താണ് മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. Then kickbacks and collusion equipment thefts. Kickbacks and collusion equipment theft. Kickbacks എന്താണ്? കൈക്കൂലി കൊടുക്കുക അല്ലെ. എന്തിന് കൈക്കൂലി അല്ലെങ്കിൽ കൊലൂഷൻ എന്ന് പറയുന്നത് ഒത്തു കളിക്കുക. ഏതെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് കടത്തി കൊണ്ടുപോകാനായിട്ട് ആ കൈക്കൂലിയൊക്കെ കൊടുത്ത് ഒത്തു കളിച്ചൊക്കെ എന്താണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. അതേപോലെ എന്താണ് എക്യുപ്മെന്റ്സുകൾ കടത്തി കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ്. അപ്പോഴും എന്ത് സംഭവിക്കാം? ഹോസ്പിറ്റലിൽ ലോസസ് ഉണ്ടാകുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? യെസ്. Then personal property theft. അടുത്തത് എന്താണ്? പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. എന്താണ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയുന്നത്? വ്യക്തിഗത സ്വത്ത് മോഷണങ്ങൾ പോകുക അല്ലെ. ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. PDF നോക്കിയാൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. 76, പേജ് നമ്പർ 76. ഹോസ്പിറ്റൽ സെക്യൂരിറ്റി. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. വ്യക്തിഗത സ്വത്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകണം അല്ലെ. സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ മോഷണം പോകുന്നത്. Payroll fraud and theft. Payroll fraud and theft that include fraud in punching the time clock. Payroll fraud. Payroll fraud എന്ന് പറയുന്നത് എന്താണ്? ശമ്പള തട്ടിപ്പ് അല്ലെ. ശമ്പള തട്ടിപ്പുകള്. അതേപോലെ തന്നെ എന്താണ് പഞ്ചിങ് ടൈമിൽ എന്തെങ്കിലും തരത്തിൽ ഫ്രോഡ് കാണിക്കാം അല്ലെ. പഞ്ചിങ് ടൈം കണ്ടിട്ടില്ലേ നിങ്ങൾ? പഞ്ച് ചെയ്തത് അതിലെന്തെങ്കിലും കൃത്രിമം കാണിച്ചുകൊണ്ട് എന്താണ് അവിടെ പലതരത്തിലുള്ള എന്താണ് യെസ് ഫ്രോഡ് പരിപാടികൾ കാണിക്കാൻ സാധിക്കുന്നതാണ്. Cash theft. Cash theft that involves the main cashier, subsidiary cashier, cafeteria cashier, fraudulent practices in purchasing, receiving and storing. Cash theft എന്ന് പറയുമ്പോൾ എന്താണ്? Cash theft പൈസ മോഷ്ടിച്ചതാണ് അല്ലെ. എവിടെ നിന്നൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്? മെയിൻ കാഷ്യർ അല്ലെ. മെയിൻ കാഷ്യറിൽ നിന്ന് സബ്സിഡിയറി കാഷ്യർ, കഫ്റ്റീരിയ കാഷ്യർ, ഇതൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് തെറ്റുകൾ സംഭവിക്കും. അതേപോലെ തന്നെ ഫ്രോഡുലന്റ് പ്രാക്ടീസസ്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്.
അതായത് വഞ്ചനാപരമായിട്ടുള്ള രീതികൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, സാധനങ്ങള് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, റിസീവ് ചെയ്യുന്ന ടൈമിലും സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഒക്കെ കാണിക്കുന്ന വഴിയും ഹോസ്പിറ്റലിലെ സഫേഴ്സ് സംഭവിക്കാം, ഈ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്. ഇത് എന്താണ്? ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ് ആൻഡ് ഫില്ലിംഗ് കമ്പ്യൂട്ടർ ഫ്രോഡ്. ഹോസ്പിറ്റലിലെ രേഖകളിലെ രജിസ്റ്റേഴ്സ് നമുക്ക് കൃത്രിമം കാണിക്കാൻ പറ്റും അല്ലെ, ഫ്രോഡ് തരം കാണിക്കുന്നവരുണ്ട്. റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ് കമ്പ്യൂട്ടർ ഫ്രോഡ്, കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും തരം റെക്കോർഡ്സിലും എന്ത് കാണിക്കാം, ഇതേപോലുള്ള ഫ്രോഡ് കാണിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും മെറ്റീരിയൽസ് കൂടുതലോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ബില്ല് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇത്ര എമൗണ്ട് കൂടുതലാണ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കുറച്ച് എഴുതാനൊക്കെ നമുക്ക് അത്തരത്തിലെ ഫ്രോഡ് പരിപാടി ഉപയോഗിച്ചിട്ടൊക്കെ ആൾക്കാരൊക്കെ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോ പ്രധാനമായിട്ട് ഹോസ്പിറ്റലിലെ സഫേഴ്സ് അല്ലെങ്കിൽ തെറ്റ് ഉണ്ടാവുന്നത് എന്തൊക്കെ മൂലമാണ്? ഒന്ന്, എംഗേജ്മെന്റ് ആൻഡ് ഫിൽട്രേറ്റ് അല്ലെ, തട്ടിപ്പ് മോഷണം വഴി അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ എന്താണ്? ഏതെങ്കിലും എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കൊടുത്ത് ഒത്തുകളിയൊക്കെ ചെയ്തിട്ടുണ്ടാകാൻ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. പേഴ്സണൽ പ്രോപ്പർട്ടികള് മോഷ്ടിക്കാറുണ്ട് അല്ലെ, വ്യക്തിഗത സ്വത്തുക്കള് മോഷ്ടിക്കാറുണ്ട്. ഇപ്പൊ ആഭരണങ്ങള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. പേറോൾ ഫ്രോഡ്, ശമ്പള തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് പഞ്ചു ടൈം ക്ലോക്കില് ഫ്രോഡ് കാണിക്കുന്നത്. ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് തെഫ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മെയിൻ കാഷ്യറില്, സബ്സിഡിയറി കാഷ്യറില്, കഫ്റ്റീരിയ. കഫ്റ്റീരിയ ഏതാന്ന് അറിയാലോ? ക്യാൻറ്റീൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽസോ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് എന്താണ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നതൊക്കെ എന്താണ് ഹോസ്പിറ്റലില് സഫർ ഉണ്ടാക്കുന്നതാണ്. പിന്നെ രജിസ്റ്റേഴ്സിലെ ഫ്രോഡ് കാണിക്കുന്നതും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബില്ലിങ്ങിലൊക്കെ അല്ലെങ്കിൽ റെക്കോർഡ്സിലൊക്കെ എന്താണ് ഫ്രോഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ ഒളിപ്പിക്കുന്നത് അല്ലെ. അത് ഹോസ്പിറ്റലിന് വലിയൊരു തരത്തിലുള്ള ലോസസ് ആണ് അല്ലെങ്കിൽ സഫറിങ്ങിനാണ് അത് കാരണമാകുന്നത്. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? Next, methods of internal control, physical security. Methods of internal control, physical security. അതായത് ശാരീരികമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്റേണൽ കൺട്രോളിന് എന്തൊക്കെ സെക്യൂരിറ്റികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്? Protect the hospital against intrusion from outside and illegal movement of goods from within. Protect the hospital against intrusion from outside and illegal movement of goods from within. എന്താണ് ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കയറ്റം അല്ലെ. ഇതിൽ പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് എന്തുമായി ബന്ധപ്പെട്ട അല്ലെ, ചരക്കുമായി ബന്ധപ്പെട്ട ചരക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് അധികമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ എന്താണ് മറിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തിയെന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ നിന്നുള്ള കാരണങ്ങളിൽ നിന്ന് എന്താണ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അല്ലെ. ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സും ഗുഡ്സിൽ നിന്ന് എന്താണ് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ അഗൈൻസ്റ്റ് intrusion from outside and illegal movement of goods from within. Okay. പുറത്തു നിന്നുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും അകത്തു നിന്നുള്ള അനധികൃത ചരക്ക് നീക്കങ്ങളിൽ നിന്നും എന്താണ് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ ആദ്യം വരുന്നത്. Then second one, control of human traffic, drivers, contractors, vendors, etc. എന്താണ് ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക അല്ലെ. ഹോസ്പിറ്റലിനകത്തുള്ള ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഡ്രൈവേഴ്സ് വരാം, ലഭ്യത വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രൈവേഴ്സ് വരാം, കോൺട്രാക്ടേഴ്സ് വരാം, വെൻഡേഴ്സ് വരാം. ആരൊക്കെയാണ് കോൺട്രാക്ടേഴ്സ് ആൻഡ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്? വസ്തു കച്ചവടക്കാർക്കാർ അല്ലെ. വസ്തു കച്ചവടക്കാരൊക്കെ അല്ലെങ്കിൽ എന്താണ് വസ്തു കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ ആരൊക്കെ പറയാം? എന്തെങ്കിലും മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാം, പിന്നെന്താ നമ്മുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനെ പുറത്തു നിന്ന് കുറച്ച് ആൾക്കാർ അകത്തേക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം ട്രാഫിക്കുകൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്നുള്ളത് നോക്കാം.
അപ്പൊ ഹ്യൂമൻ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും എന്താണ് അതായത് ഓരോ വ്യക്തികൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി കൊടുക്കണം. സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? അകത്തേക്കും പുറത്തേക്കും പോകാനായിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് ഒന്ന് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് റെന്റേഴ്സ്, പേഷ്യൻസും വിസിറ്റേഴ്സും മറ്റ് കച്ചവടക്കാർ അല്ലെങ്കിൽ മെഡിസിൻസുമായി വരുന്ന ആൾക്കാർ. ദെൻ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ മെഡിക്കൽ റെപ്പുകൾ. ദെൻ ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി പീപ്പിൾസ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഹോസ്പിറ്റൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡെലിവറി പീപ്പിൾസും കോൺട്രാക്ടേഴ്സും. ഈ 4 പേർക്കും എന്താണ് 4 രീതിയിലുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അല്ലെ? ഓക്കെ, സെപ്പറേറ്റ് എൻട്രി ആർക്കൊക്കെയാണ്? സ്റ്റാഫിന്, പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് വെഞ്ചേഴ്സിന്, സെയിൽസ് പേഴ്സണ്, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സിന്. ഓക്കെ, ക്ലിയർ ആണോ അത്? Then identify, scrutinize and guide the non-patient and non-visitor traffic such as vendors at the controlled gates. Identify, scrutinize and guide the non-patient and non-visitor traffic. എന്താ പറയുന്നത്? നമ്മുടെ പുറത്തു നിന്ന് പ്രത്യേകിച്ച് കടന്നു വരുന്നവരെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അവരെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന എന്താണ്? സൂക്ഷ്മമായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അത്ര പ്രത്യേകിച്ച് വെൻഡേഴ്സ് അല്ലെ, വെൻഡേഴ്സിന്റെ കച്ചവടക്കാരിൽ നോൺ പേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ, നോൺ വിസിറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് കൺട്രോൾ, നിയന്ത്രിതമായിട്ടുള്ള ഗേറ്റ്സിൽ കൂടെ മാത്രമായിരിക്കണം അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ അകത്തേക്ക് നമുക്ക് കയറ്റി വിടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ കൺട്രോൾ ഗേറ്റ്സിലായിരിക്കണം അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം കയറ്റി വരേണ്ടത്. Then prohibit pedestrian traffic through unloading the receiving area, more exit and truck gates. Prohibit pedestrian traffic. എന്താണ് pedestrian traffic എന്ന് പറയുന്നത്? pedestrian traffic കാൽനട യാത്രക്കാരുടെ തിരക്കുകൾ അല്ലെ, അതായത് കാൽനട യാത്രക്കാരുടെ തിരക്കുകൾ ഉണ്ടാവാം. അപ്പൊ അതായത് ചിലപ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് മോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? മോർച്ചറി അല്ലെ, മോർച്ചറിയിൽ എക്സ്ട്രാ ട്രക്സ് കേസുകൾ ഉണ്ടാവും. അവിടെ അങ്ങനെയുള്ള പ്രത്യേക പ്രദേശങ്ങൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ, അതായത് അവിടേക്ക് പെഡസ്ട്രിയൻ കാൽനടക്കാര് പോകാൻ പറ്റാത്ത കുറച്ച് പ്ലേസസ് ഉണ്ട്. അത്തരം പ്ലേസസിലേക്ക് എന്താണ് നമ്മളെ ആൾക്കാരെ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മോർച്ചറി പോലുള്ള പ്ലേസസിലേക്ക് എന്താണ് കാൽനട യാത്രക്കാരെ നമ്മൾ നിരോധിക്കുക. ഓക്കെ, control vehicle like delivery trucks, etc. Check outgoing vehicles. Control vehicle like delivery trucks, etc. Check outgoing vehicles. എല്ലാ വാഹനങ്ങളും പ്രത്യേകിച്ച് ഡെലിവറി ട്രക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ, എന്നൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള വെഹിക്കിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കണം അത് വിട്ടയക്കേണ്ടത്. ഓക്കെ, then electronic surveillance of strategic and sensitive area through CCTV. Electronic surveillance of strategic and sensitive areas through CCTV. എന്താ പറയുന്നത്? നമ്മൾ എന്തിനാണ് CCTV ഉപയോഗിക്കുന്നത്? CCTV ഉപയോഗിക്കുന്നത് എന്തിനാ പിള്ളേരെ? ഒന്നിനുമല്ല, വെറുതെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലെ പ്രധാനമായിട്ട് എന്താണ് നമ്മൾ CCTV വയ്ക്കേണ്ടത് അല്ലെ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി തന്നെ എന്താണ് കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് CCTV അഭികാമ്യമായിരിക്കും അല്ലെ, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അനൂപ് സാൻഡി മാത്രമാണ് ക്ലാസ്സിലുള്ളത്, ബാക്കിയുള്ള ആരും ക്ലാസ്സിലില്ല. അതിന് മാത്രം റിപ്ലൈ അയക്കുന്നു. Then install looking devices and alarm system.
ഇൻസ്റ്റാൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാം സിസ്റ്റം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്, അല്ല എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ലോക്കിംഗ് ഡിവൈസസുകൾ അല്ലെ, അല്ലെങ്കിൽ അലാം സിസ്റ്റംസ്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം? അലാം സിസ്റ്റംസ് അല്ലെ, ലോക്കിംഗ് ഡിവൈസസ് ആയിട്ടുള്ള അലാം സിസ്റ്റംസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഷ്യൂ വിസിറ്റർ പാസ്. അറിയാലോ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് പാസ് ഇല്ലാത്തവരുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പേഷ്യൻസിനെ കാണുന്നത് എന്താണ്, ഇതിന്റെ ഒരു കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ടൈമിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വിസിറ്റിംഗ് പാസ് ഉണ്ടായിരിക്കണം അല്ലെ. യെസ്, ഇഷ്യൂ വിസിറ്റർ പാസസ്. അതിന്റെ ഉദ്ദേശം നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രമായിരിക്കും ഒരു വിസിറ്റർ പാസ് ഉപയോഗിച്ചിട്ട് ആ പേഷ്യന്റിനെ കാണുമല്ലോ. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പാസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നമ്മൾക്ക് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്താണ് വിസിറ്റർ പാസ് കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാസ് ഇഷ്യൂ ചെയ്യുന്നത്. Then procedure for and control over the issue of keys, authorization necessary to issue keys. Procedure for and control over the issue of keys. Key എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കീ കീകൾ കൊടുക്കുമ്പോൾ നമ്മള് പ്രത്യേകമായിട്ടുള്ള റൂമുകൾക്ക്, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഒരിക്കലും നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. അവർക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ അല്ലെ. അല്ലാതെ ആർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിരിക്കും. പ്രത്യേകമായിട്ടുള്ള ഏരിയാസുകൾ അവരുടെ കൺട്രോളിലായിരിക്കും. അപ്പൊ അവരുടെ കയ്യിൽ ഓതറൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രം ഒരിക്കലും എന്തായിരിക്കുക, കീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമായിരിക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അതും എന്തിന്റെ ഭാഗമായിട്ടാണ്? സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അത്തരത്തില് കീ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കീസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. The lockers and lockable cabinets for staff against personal property theft. Lockers and lockable cabinets for staff against personal property theft. ഇവിടെ എന്താ പറയുന്നത്? ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ലോക്കേഴ്സ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഉള്ളത്? അതായത് സ്റ്റാഫുകളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസുകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ മോഷണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാബിൻസ് എല്ലാം, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എല്ലാം ക്യാബിനറ്റ്സുകളും അതൊക്കെ എന്താണ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റലില് പ്രവർത്തിക്കേണ്ടത് അല്ലെ. എല്ലാത്തിനും ലോക്കർ ഉണ്ടായിരിക്കാം. ഓക്കെ, എന്താണ് അതുവഴി നമുക്ക് അത്തരത്തിലുള്ള മോഷണങ്ങള് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പേഴ്സണൽ പ്രോപ്പർട്ടീസ് മോഷണം പോവാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ലോക്കബിൾ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് ഉള്ളത് ഉപകാരപ്രദമായിരിക്കും. Provision of a safe for patient valuables. Provision of a safe for patient valuables. എന്താണ് പറയുന്നത്? Patient valuables. patient valuables എന്ന് പറയുന്നത്? രോഗികളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ വളരെ സേഫ് ആയിട്ട് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ആ സാധനങ്ങളാണ് അല്ലെ പേഷ്യൻസിന്റെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം വളരെ സേഫ് ആയിട്ട് വെക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് റൂമിലാണെങ്കിലും വാർഡിലാണെങ്കിലും അതൊക്കെ സേഫ് ആയിട്ട് വെക്കാനുള്ള ക്യാബിൻസുകളൊക്കെ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് സുരക്ഷിതമായി ബന്ധപ്പെട്ടതാണ്. Then secured cabin for cashier with a panic button. Secured cabin for cashiers with a panic button. Secured cabin. ആർക്ക് വേണ്ടിയാണ് secured cabin? കാഷ്യർമാർക്ക് അല്ലെ. കാഷ്യർമാർക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിൻ ഉണ്ടായിരിക്കണം. എന്ത് കൂടെ ഉണ്ടായിരിക്കും? പാനിക് ബട്ടൺ അല്ലെ. എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പാനിക് ബട്ടൺ ആണ്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും തരത്തില് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നതിന് ഒരു പാനിക് ബട്ടൺ കൂടിയിട്ടായിരിക്കണം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കാഷ്യർക്ക് നമ്മള് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, then provide roll-up shutters or grills at strategic places for nighttime protection.
provide roll-up shutters or grills at strategic place for night-time protection. നമ്മള് ഒരു രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് കാഷ്വാലിറ്റി ടൈമിൽ ഇപ്പൊ 2 മണി 3 മണി ആയ സമയത്ത് ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി അവിടെ എന്താണ് ഗ്രില്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഷട്ടർ ഇട്ടുണ്ടാവും അല്ലെ? അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഗ്രില്ലുണ്ടാവും, ഗ്രില്ലായിരിക്കും അല്ലെ? ക്ലോസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നൈറ്റ് ടൈമില് നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ? നൈറ്റ് ടൈമിൽ എന്തെങ്കിലും ആക്രമണങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓൾറെഡി സെക്യൂരിറ്റികൾ ഉണ്ടെങ്കിൽ കൂടി എന്താണ് അത് ക്ലോസ് ചെയ്തതാണ് അല്ലെ? പ്രത്യേകിച്ച് ഓവർനൈറ്റ് ഒക്കെ കണ്ടിട്ടില്ല എങ്ങനെ കാഷ്വാലിറ്റി പോയാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ എന്താണ് അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. യെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഫിസിക്കൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? അതായത് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അത് ക്ലിയർ ആണോ? പറയണോ? അടുത്തത് ഈ പ്രൊസീജറൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. പ്രൊസീജിയർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജറൽ സെക്യൂരിറ്റി. ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സുരക്ഷിതത്വങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്? ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് service rules and communicate them to all employees. Establish service rules and communicate them to all employees. നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? എല്ലാ തരത്തിലുമുള്ള സേവന നിയമങ്ങൾ അല്ലെ? സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ റൂൾസും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് എല്ലാ എംപ്ലോയീസിനെയും അറിയിക്കുകയും ചെയ്യുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുക. ഓക്കെ, പ്രൊസീജിയർ ഏത് പ്രൊസീജിയർ ആണോ അതുമായി ബന്ധപ്പെട്ട അതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് റൂൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് എല്ലാ എംപ്ലോയീസിനെയും അറിയിക്കുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ് പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള പോളിസീസും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകമായിട്ട് എന്താണ് തയ്യാറാക്കിയിരിക്കണം, പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷ് കമ്മിറ്റി, ഇതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റാബ്ലിഷ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. എസ്റ്റാബ്ലിഷ് കമ്മിറ്റി എന്തൊക്കെ വരുന്നതില്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റി. ഇപ്പൊ 3 രീതിയിലുള്ള കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റി. ഓക്കെ, then establish accountability and control overflow of hospital supplies and materials particularly receiving functions. Establish accountability. എന്താണ് accountability എന്ന് പറയുന്നത്? accountability എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടാണ്? അതായത് ആശുപത്രി വിതരണങ്ങളുടെയും അല്ലെങ്കിൽ എന്താണ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് അല്ലെ? ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാന്നാണ് പറയുന്നത്. അതായത് ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ് പെർട്ടിക്കുലർലി റിസീവിംഗ് ഫങ്ഷൻസ്. എന്താ പറയുന്നത്? മെറ്റീരിയൽസിന്റെ ഒന്നും ഓവർഫ്ലോ വരാതെ കറക്റ്റ് ആയിട്ട് തന്നെ മെറ്റീരിയൽസ് എല്ലാം റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നത്. ഓവർഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽ സപ്ലൈസിന്റെ ഓവർഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഓവർഫ്ലോസ് പ്രതീക്ഷിക്കുന്ന മെറ്റീരിയൽ കൂടുതൽ വരാതെ, സപ്ലൈസ് കൂടുതൽ വരാതെ ഇതൊക്കെ എന്താ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം, കൺട്രോൾ ചെയ്തുകൊണ്ടിട്ടായിരിക്കണം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സപ്ലൈസ്, ഹോസ്പിറ്റൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനും നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ട് കൊണ്ട് വേണം അതിന് ഓവർഫ്ലോ വരാതെ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം
മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലാത്ത പക്ഷം അത് ഓവർഫ്ലോ വരുന്നത് എന്തുകൊണ്ടാണെങ്കിലും ക്രമക്കേടുകൾ അവിടെ കാണിക്കുന്നത് കൊണ്ടാണ് അത്തരത്തില് ഓവർഫ്ലോസ് ആയിട്ട് ഹോസ്പിറ്റൽ സപ്ലൈസ് കൂടി വരുന്നത്. ഓക്കെ, അതായത് ഓരോ സപ്ലൈസിന്റെ മേലും നമ്മൾ എന്ത് സ്ഥാപിച്ചിരിക്കണം? എന്താണ് നമ്മൾ സ്ഥാപിച്ചിരിക്കേണ്ടത്? കൃത്യമായിട്ടുള്ള നിയന്ത്രണവും ഉത്തരവാദിത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Establish accountability and control. Then institute inventory control procedure. Institute inventory control procedure. എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി നിയന്ത്രണ നടപടിക്രമം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് അല്ലെ സപ്ലൈസുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മളെ ഇൻവെന്ററികളെ? ഇൻവെന്ററി മീൻസ് എന്താണ്? സ്റ്റോക്ക് നിയന്ത്രണം അല്ലെ, എത്രത്തോളം സ്റ്റോക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇൻവെന്ററി പ്രൊസീജിയേഴ്സ് അല്ലെ, ഇൻവെന്ററിയിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എപ്പോഴും എന്താണ് നിയന്ത്രിക്കേണ്ടതുണ്ട്. Then establish well-formulated procedures for requisition, purchase, intent, supply and distribution. എന്താണ് ഫോർമുലേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മള് പ്രത്യേകിച്ച് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ എന്താണ്? അതായത് എന്തൊക്കെയാണ്? ഏതെങ്കിലും അഭ്യർത്ഥനകളുമായി ബന്ധപ്പെട്ട്, റിക്വസിഷനുമായി ബന്ധപ്പെട്ട്, പർച്ചേസസ് വാങ്ങലുമായി ബന്ധപ്പെട്ട്, ഇന്റന്റ് എന്ന് പറയുന്നത് കരാറ് അല്ലെ, കരാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമ്പടികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സപ്ലൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ വിതരണവും അതേപോലെ അതിന്റെ സപ്ലൈസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, ഫോർമുലേറ്റ് ചെയ്യുക എല്ലാ പ്രൊസീജിയേഴ്സും, റിക്വസിഷനും പർച്ചേസിനും ഇന്റന്റിനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള, ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരിക്കണം ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, then conduct surprise check of all departmental inventories. Conduct surprise check of all department inventories. എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് അല്ലെ ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതൊരു സർപ്രൈസ് വിസിറ്റ് ആണ്. നമ്മളെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇൻവെന്ററീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റോക്കുകൾ അതിന്റെ നിയന്ത്രണം എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുക. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇൻവെന്ററീസുമായി ബന്ധപ്പെട്ട് സർപ്രൈസ് ചെക്ക് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ പ്രൊസീജിയർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്? ഒന്ന് സർവീസ് റൂളുകൾ അല്ലെ, കൃത്യമായിട്ട് സർവീസ് റൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എല്ലാ സ്റ്റാഫുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുക. ഏതൊക്കെ കമ്മിറ്റികളാണ്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി, തെറാപ്പിസ്റ്റിക് കമ്മിറ്റികൾ, 3 കമ്മിറ്റികൾ രൂപീകരിക്കുക. എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി, അതായത് ആശുപത്രി വിതരണങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ സപ്ലൈസുമായി ബന്ധപ്പെട്ട് ഓവർഫ്ലോയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളുടെ മേൽ എന്താണ്, അതായത് എല്ലാത്തിന്റെ ഓവർഫ്ലോയിന്റെ മേൽ കൃത്യമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ നിയന്ത്രണം സ്ഥാപിക്കേണ്ടതാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ, ഇൻവെന്ററി കൃത്യമായിട്ടുള്ള നടപടിക്രമം നിയന്ത്രിക്കേണ്ടതാണ്. പിന്നെന്താണ്? റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയായിട്ടുള്ള ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ സ്വീകരിക്കുക. അതായത് എങ്ങനെയുള്ളതാണ്? നന്നായി രൂപപ്പെടുത്തിയ നടപടിക്രമങ്ങൾ മാത്രമായിരിക്കണം റിക്വസിഷനും പർച്ചേസിനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇൻവെന്ററീസുമായി ബന്ധപ്പെട്ടൊരു സർപ്രൈസ് ചെക്കിംഗ് കൂടി കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ.
ഓക്കെ. അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങി വെക്കാം. ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിനെ തന്നെ പറയട്ടെ, ഇവിടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഒരു പൊതുവായ ഒരു ദുരന്തത്തെ കുറിച്ചിട്ടാണ് അല്ലെ. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ എന്താണ് ഒരു ദുരന്തം, അല്ലെങ്കിൽ എങ്ങനെയാണ് ദുരന്തത്തെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഭാഗങ്ങളിൽ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിലേക്ക് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇടയ്ക്ക് വെച്ച് കയറി ക്ലാസ് റെക്കോർഡ് കാണുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇടയ്ക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ജോഗ്രഫി ക്ലാസ് ആയിട്ടൊക്കെ തോന്നാം, അല്ലെങ്കിൽ എക്കണോമിക് ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്താണെന്നൊക്കെ തോന്നിപ്പോകാം. അപ്പൊ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇദ്ദേഹം പറയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം കംപ്ലീറ്റ്ലി എന്താണ് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ളവർ ചോദിക്കാറുണ്ട്. ഓക്കെ. ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്താണ് ഡിസാസ്റ്റർ? ഏതെങ്കിലും ഡിസാസ്റ്റർ നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ? ദുരന്തം അല്ലെ. ഈ അടുത്തിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ പിടിച്ചു വെച്ച ഒരു ഡിസാസ്റ്റർ ഏതായിരുന്നു? 2018 വെള്ളപ്പൊക്കമാണ് അല്ലെ. എഫക്ട് ആയിരുന്നു നമ്മളെ മിക്കതും കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി സൃഷ്ടിച്ച ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ എന്തായാലും മനുഷ്യനാണ് അല്ലെ. മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്, പലരെ നമ്മളതിൽ രക്ഷിക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ, ദുരന്തം എന്ന് പറയുമ്പോൾ പലതും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. പലർക്കും പലരെയും നഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള ദുരന്തങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം. Disasters have been in existence ever since the history of mankind and have molded the destiny of Earth and its people. The disaster even affects every community and no community is free from it. എന്താണ് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡിസാസ്റ്റർ ദുരന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോ എല്ലാവർക്കും കാണാലോ? അല്ലെ. മനുഷ്യരാശിയുടെ ആ ഒരു കാലഘട്ടം എടുത്തു തുടങ്ങിയാൽ അന്ന് മുതൽക്ക് എന്തുണ്ട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഒരു കാലഘട്ടം മുതൽ തന്നെ എന്താണ് ദുരന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. Disaster affects every community and no community is free from it. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിനും അത്
നാശനഷ്ടത്തിലാക്കും അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിനെ അതിനാൽ വെറുതെ വിടത്തില്ല അല്ലെ. ദുരന്തം ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു സമൂഹത്തെ പോലെ അത് എന്ത് ചെയ്യുന്നില്ല, വെറുതെ വിടത്തില്ല. അത് ആരും തന്നെ അതിൽ നിന്ന് ഫ്രീ ആവുന്നില്ല. The disaster may be the second major human problem after war. Disaster എന്ന് പറയുന്നത് എന്താണ്? The disaster may be second major human problem. Human problems എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, വാർ ആണ് അല്ലെ. യുദ്ധമാണ് ആദ്യത്തെ നമ്മുടെ ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് എന്ത്, ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ may be the second major human problem after war. വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദുരന്തമാണ്. In respect of monetary damage and the number of people killed or affected. എന്താണ്, ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് അല്ലെ, മൊത്തത്തിൽ ഡാമേജസ് സംഭവിക്കുന്നത്, ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നു, പലർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ഓർഗൻസ് നഷ്ടപ്പെടുന്നവരുണ്ട്, വീട് നഷ്ടപ്പെടുന്നവരുണ്ട്, പലതരത്തിലുള്ളതാണ്, പല രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നത് അല്ലെ. മരണം അതിൽ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത്. Millions of people fall victims annually by natural disasters and result in a number of deaths, suffering and economic losses. എന്താ പറയുന്നത്, അതായത് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മൂലം മില്യൺസ് ഓഫ് ആൾക്കാരാണ് അല്ലെ, ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ഇക്കണോമിക് ലോസസ് സംഭവിക്കുന്നത് അല്ലെ. മരണപ്പെടുന്നത് മാത്രമല്ല, അവിടെ ഇക്കണോമിക് ലോസസ് ഉണ്ടാവുന്നു. ആൻഡ് the poorest countries are most affected by disaster economically and socially. ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ബാധിക്കുന്നത് ദരിദ്ര രാഷ്ട്രങ്ങളെയാണ് അല്ലെ, പോറസ്റ്റ് കൺട്രീസിനെയാണ് അല്ലെ. പോറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് തകർക്കുന്നത്. പ്രത്യേകിച്ച് ഇക്കണോമിക്കലി സോഷ്യലി ആയിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ടിനെ തന്നെ ഇല്ലാതാക്കാണ്. ഓക്കെ, നമ്മൾ 2018 വെള്ളപ്പൊക്കം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി, ചൂരൽമലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അല്ലെ, ലാൻഡ് സ്ലൈഡ്, ചൂരൽമലയിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് അല്ലെ, ഉരുൾപൊട്ടല്, അത് മറന്നുപോയി നമ്മൾ. അതല്ലേ നിങ്ങൾ, എത്ര ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. യെസ്, ഓക്കെ. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ചരിത്രാതീത കാലം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സ് നിലവിലുണ്ട് അല്ലെ. അത് ഒരു കമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് ഫ്രീ ആവത്തില്ല. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. ഒരുപാട് പേര് അതിൽ മരണപ്പെടുന്നു. പ്രത്യേകിച്ച് പോറസ്റ്റ് കൺട്രികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ തന്നെ ആഫ്രിക്കൻസ് അനുഭവിക്കുന്നത്. ഓക്കെ, അത് ഇക്കണോമിക്കലി സോഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അപ്പാടെ തന്നെ തകരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷൻ പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസാസ്റ്റർ എന്ത് സംഭവിച്ചാലും നമുക്ക് എന്താണ്, അതിന് മാനേജ് ചെയ്തേ മതിയാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ പഠിക്കുന്നത് അല്ലെ. ഇത് തന്നെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് രക്ഷപ്പെടേണ്ടതുണ്ട് അല്ലെ. രക്ഷപ്പെട്ടവരെ അല്ലെങ്കിൽ അതിൽ നിന്ന് ജീവനുള്ള ആൾക്കാരെങ്കിലും രക്ഷപ്പെടുത്തി ആ ഒരു പ്രദേശം നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. Organization and management of resources and responsibility for dealing with all humanitarian aspects of emergency, in particular preparedness, response and recovery in order to reduce the after effects of disaster. ഇനി ഈ ഡിസാസ്റ്റർ മാനേജ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്, responsibilities for dealing all humanitarian aspects of emergency. എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെ നമ്മള് എല്ലാ റിസോഴ്സും വീണ്ടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരെങ്ങനെ ഡീൽ ചെയ്യണം അല്ലെ. ഇപ്പൊ അപകടപ്പെട്ടവരുണ്ടാവും, മരണപ്പെട്ടവരുണ്ടാവും അല്ലെ. അപകടപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അവരെ നമുക്ക് എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നീക്കം ചെയ്ത് അല്ലെ എമർജൻസി സെന്ററിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യാൻ പോകുന്ന എന്താണ്, പെർട്ടിക്കുലർ ആയിട്ട് പ്രിപ്പയർഡ് ആവും അല്ലെ. ഫസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർഡ്നെസ് വേണം. നമുക്ക് ആവശ്യത്തിലധികം റിസോഴ്സസ് വേണം, പണം വേണം അല്ലെ. ഹോസ്പിറ്റൽ സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസുകൾ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളായിട്ടും നമ്മൾ ആദ്യം പ്രിപ്പയർഡ് ആവണം. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിപ്പയർഡ്നെസ് ആണ് അല്ലെ. പ്രിപ്പയർഡ് ആവുക, അതിനുശേഷം എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ദുരന്തം എവിടെയാണോ സംഭവിച്ചിരിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് ശേഷം എന്താണ്,
ആ റെസ്പോൺസ് നമ്മുടെ റിസോഴ്സസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് ഡിസാസ്റ്റർ ഫേസ്. റെസ്പോൺസ് ഫേസ് ആണ്, റെസ്പോൺസ് ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ നടക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാര് ദുരന്തം സംഭവിച്ച ഭൂമിയിലേക്ക് ചെന്ന് ആൾക്കാരെ രക്ഷിക്കുന്നത്, വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, അതാണ് റെസ്പോൺസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പ്രിപ്പയർഡ് ഫേസ് എന്ന് പറയുന്നത് ഈ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്, റിസോഴ്സസ് കൊണ്ടുവരുന്നതാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്ത് കുറെ പേരെ നമ്മൾ രക്ഷിച്ചു. ആൻഡ് റിക്കവറി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. റെസ്പോണ്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ്, നമ്മൾ ബാക്കിയുള്ളവരെ റിക്കവേർഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എന്താണ് രക്ഷിക്കുകയാണ് അല്ലെ. ആ ഒരു സിറ്റുവേഷൻസിൽ കുറെ പേരെ രക്ഷിക്കുന്നു, ഹോസ്പിറ്റലിലേക്കുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ആവശ്യത്തിനേറെയുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്താണ് ആ സിറ്റുവേഷൻ നമ്മൾ റിക്കവർ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടക്കുന്നത്. ആദ്യം പ്രിപ്പയർഡ് ആവുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഡിസാസ്റ്റർ എന്ന ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് നമ്മൾ ഇതിനെ കരകയറുന്നത്. ഈ പ്രോസസ് തന്നെയാണ് എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിലും നടക്കുന്നത്. നിങ്ങൾ ആ ഒരു സമയത്ത് എല്ലാവരും ന്യൂസ് ഒക്കെ കണ്ടതായിരിക്കും അല്ലെ, കണ്ടതല്ലേ? എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും, അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും അല്ലെ. എല്ലാത്തരം രക്ഷാപ്രവർത്തനങ്ങളും കണ്ടവരാണ് നമ്മൾ എല്ലാം തന്നെ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പ്രിപ്പയർഡ് ആവുന്നത്, റെസ്പോണ്ട് ആവുന്നത്, റിക്കവറും ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്തുകൊണ്ട് എല്ലാ ഹ്യൂമനിറ്റേറിയൻ അല്ലെങ്കിൽ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദുരന്തങ്ങളുടെ പ്രത്യാഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡിസാസ്റ്റർ നമ്മൾ മാനേജ് ചെയ്യുന്നത്. മനസ്സിലായോ ഇൻട്രൊഡക്ഷൻ? യെസ്. ഇനി WHO ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. WHO ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം ഒരു, അതായത് ഡിസാസ്റ്റർ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. WHO defines disaster as any occurrence that causes, അതായത് എന്താണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിസാസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നത്. ഫസ്റ്റ് വൺ, ഡാമേജ്, എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ സംഭവിക്കുമ്പോൾ. ദെൻ ഡിസ്ട്രപ്ഷൻ, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ നടക്കണുണ്ടോ? ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കുന്നത്? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ആണോ? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിസ്ഥിതിക തകർച്ച അല്ലെ. അപ്പൊ നാശം, പാരിസ്ഥിതിക തകർച്ച. നെക്സ്റ്റ് എന്താണ്? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, എന്താണ് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നു അല്ലെ, മനുഷ്യരാശി നശിക്കുന്നു. ദെൻ iteration of health and health services on a scale of sufficient to warrant an extraordinary response from outside the affected community or area. For definition WHO define ചെയ്യുന്നത് എന്താണ്? ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്തരം കാരണങ്ങളാൽ സംഭവിക്കുന്നതിനെയാണ്. എന്തൊക്കെ കാരണങ്ങളാണ് അവിടെ വരുന്നത്? ഒന്ന്, ഡാമേജ് ഉണ്ടാവും അല്ലെ, നാശം സംഭവിക്കുന്നു. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, പരിസ്ഥിതി തകരാറിലാവുന്നു, ഹ്യൂമൻ ലൈഫ് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഇത് സമൂഹത്തിന് അല്ലെ, ഈ ഹെൽത്തും അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഏരിയക്ക് തന്നെ ഇത് കംപ്ലീറ്റഡ് ആയിട്ട് നഷ്ടപ്പെടുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നും തന്നെ നമ്മൾക്ക് ഇൻസഫിഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസാസ്റ്റർ എന്ന രീതിയിൽ WHO ഡിഫൈൻ ചെയ്തത്. അതായത് ഈ 4 കാരണങ്ങളും സംഭവിച്ചുകൊണ്ട് അവിടെ വേറെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് കയ്യിലേക്ക് കൊടുക്കേണ്ടി വരുന്നതിനാണ് നമ്മൾ ഇവിടെ ഡിസാസ്റ്റർ എന്ന രീതിയിൽ WHO ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ വേറൊരു ഡെഫിനേഷൻ ഇവിടെ പഠിച്ചാൽ മതി. ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടൊരു ഡെഫിനേഷൻ ഡിസാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു തരാം. അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടത് ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരാണ്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്താണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്? ഓക്കെ, യെസ്, എഴുതിക്കോളൂ. ഡിസാസ്റ്റർ ഈസ് ആൻ ഈവന്റ്. ഡിസാസ്റ്റർ ഈസ് ആൻ ഈവന്റ്.
Disaster is an event, E-V-E-N-T, event that disrupts, disrupts, D-I-S-R-U-P-T-S, disrupts the normal functioning of a, that disturbs the normal functioning of a, community, the normal functioning of a community or society, normal functioning of a community or society and causes, and C-A-U-S-E-S, and causes അവിടെ വരെ ഒന്നുകൂടി പറയാണ്. Disaster is an event that disrupts the normal functioning of a community or society and causes suffering that exceeds, E-X-C-E-E-D-X, causes suffering and exceeds, E-X-C-E-E-D-S, exceeds the community ability to cope, cope means C-O-P-E, എന്നുവെച്ചാൽ നേരിടുക അല്ലെങ്കിൽ ചെറുക്കുക എന്നൊരർത്ഥമാണ് കേട്ടോ. കോപ്പ് എന്ന് പറയുന്നത് C-O-P-E, കോപ്പ്, C-O-P-E. ഒന്നുകൂടി പറയട്ടെ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Disaster is an event that disrupts the normal functioning of a community or society and causes suffering that exceeds the community ability to cope. എന്താണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? എഴുതിയ എല്ലാവരും? യെസ്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയാമോ? ഡെഫിനിഷൻ നോക്കിയിട്ട്. ഒരു കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നോർമൽ ഫങ്ഷനിങ്ങിനെ അപകടത്തിലാക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു നോർമലായിട്ട് പോകുന്ന ഒരു പ്രവർത്തനത്തിനെ തടസ്സമാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിന് അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് അല്ലെ. യെസ്, ഏതൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനെ നേരിടുകയാണ് അല്ലെ. എത്ര സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി എന്താണ് കമ്മ്യൂണിറ്റി എബിലിറ്റി ടു കോപ്പ് ആണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ സംഭവിച്ചാലും എന്ത് വന്നാലും നേരിടാതെ നമുക്ക് നിവർത്തിയില്ല അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും പഠിക്കാം. ഇതാണ് എളുപ്പം ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് പഠിക്കാം. ഓക്കെ, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചു വെച്ചാൽ കേട്ടോ. എളുപ്പമുള്ളത് നോക്കി ഒരെണ്ണം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റേഴ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഇന്റേണൽ ഡിസാസ്റ്റർ. ആദ്യത്തേത് നോക്കാം. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്തൊക്കെയാണ്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയർപ്ലെയിൻ ആക്സിഡന്റ്, ടൊർണാഡോ, സുനാമി, എർത്ത്ക്വേക്ക്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ട് റൈറ്റ്സ്. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ് ഒക്കെ അറിയാലോ നമുക്ക്. ഓക്കെ, അതൊക്കെ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ വരുന്നതാണ്. അതുപോലെ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, അത് കോംപ്ലക്സ് ഒട്ടാകെ എന്തെങ്കിലും തരത്തില് അപകടം, നമ്മൾ ഒരു കോംപ്ലക്സ് തകർന്നടങ്ങി വീഴുന്നത് കണ്ടിട്ടില്ലേ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ. ഓക്കെ, ഒരു പോർഷൻസ് മാത്രമായിട്ട് തകരാറിലാവാറുണ്ട്. അതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ആയിട്ട് നടക്കുന്ന ദുരന്തമാണ്. എക്സ്പ്ലോഷൻ ആൻഡ് ഫ്ലഡ്. എക്സ്പ്ലോഷൻ ആൻഡ് ഫ്ലഡ് എന്താണ്? എക്സ്പ്ലോഷൻ
എക്സ്പ്ലോഷൻ, എക്സ്പ്ലോർട്ട് ചെയ്യുക, എന്താണ് പറയുന്നത്? എക്സ്പ്ലോഷൻ എന്താണ്? പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. ദെൻ ഫ്ലഡ്, എയറോപ്ലെയിൻ ആക്സിഡന്റ്, ടൊർണാഡോ, ടൊർണാഡോ എന്താണ്? ചുഴലിക്കാറ്റ് അല്ലെ, ചുഴലിക്കാറ്റുകള്, സുനാമി, എർത്ത് ഭൂകമ്പം. ദെൻ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ്. നമ്മള് കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നത്, ഹ്യൂമൻ ബീങ്സ് തന്നെ ഉണ്ടാക്കുന്ന വർഗീയ കലാപങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളാ? അതൊക്കെ ഇതൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടാം, എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. റൈറ്റ്സ് എന്താ? കലാപങ്ങൾ. കമ്മ്യൂണൽ റൈറ്റ്സ് അതിന്റെ ഉദാഹരണമായിട്ട് എഴുതി വെച്ചു. കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപങ്ങള്. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്ററിലാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് രണ്ടും ചോദിക്കാറുണ്ട്, മിക്സ് ചെയ്ത് ചോദിക്കും. ഓക്കെ, അടുത്തത് ഇന്റേണൽ ഡിസാസ്റ്ററിൽ ഏതൊക്കെയാണ്? ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്. ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജസ് ആണ് ഇതിൽ വരുന്നത്, ഇന്റേണൽ ഡിസാസ്റ്ററിൽ വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ എന്തെയല്ലേ കിടക്കുന്നത്? ഓക്കെ, അപ്പോ രണ്ട് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്, എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കാം കേട്ടോ, ഏതൊക്കെ അതിൽ ഉൾപ്പെടുന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.